Meet the editors. ചോദ്യം ഇതാണ്, കസേര കളിക്ക് പുതിയ തന്ത്രങ്ങൾ. PSL തുടങ്ങാം. PSL നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലാണ്. എല്ലാ തവണയും ഉണ്ടാവും. കുറച്ച് MLA വന്ന് ടെലിവിഷനിൽ ചില ബൈറ്റുകളൊക്കെ തരും, ചിലരൊക്കെ പരോക്ഷമായിട്ട് ചില പ്രസ്താവനകളൊക്കെ ഇറക്കും. ഇതാണ് കഴിഞ്ഞ കാലങ്ങളിൽ മുഖ്യമന്ത്രി പദത്തിൽ പിന്തുണയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രസ്താവനകൾ. അത് ഒന്നുകിൽ എ ഗ്രൂപ്പിൻ്റെ ഭാഗമായിരിക്കും, അതല്ലെങ്കിൽ ഐ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടായിരിക്കും. ഇപ്പോൾ ഉമ്മൻചാണ്ടിയും AK ആൻ്റണിയും ഉണ്ടായിരുന്നപ്പോൾ, AK ആൻ്റണിയും K കരുണാകരനും ഉണ്ടായിരുന്നപ്പോഴും ഒക്കെ ഇത് നമ്മൾ കോൺഗ്രസിനുള്ളിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ അപ്പോഴെല്ലാം ഇതേപോലെ ടെലിവിഷൻ ബൈറ്റുകളായിട്ടോ ചില പ്രസ്താവനകളായിട്ടോ ചില പ്രസംഗങ്ങളിൽ അർത്ഥം വെച്ചുള്ള ഒളിയമ്പുകളായിട്ടാണ് നേതാക്കൾ തങ്ങളുടെ ഗ്രൂപ്പ് നേതാവിനെ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഉയർത്തിക്കാട്ടുന്നത്. പക്ഷേ ഇപ്പോൾ 3 പേരാണ്, KC, RC, VD. 3 പേർക്കുമായിട്ട് പ്രചരണ തന്ത്രങ്ങൾ ഒരുങ്ങുന്നത് പലതരത്തിലാണ്. ചിലർ ഡോക്യുമെൻ്ററി ഇറക്കുന്നു, ചിലർ ഫ്ലെക്സ് വയ്ക്കുന്നു, ചിലർ സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിൻ നടത്തുന്നു, മറ്റു ചിലർ പോഡ്കാസ്റ്റ് പോലെയുള്ള പരിപാടികൾ നടത്തുന്നു. അപ്പോൾ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു തിരക്കിലാണ്. പക്ഷേ എല്ലാം 4-ാം തീയതി വരുന്ന റിസൾട്ടിനെ അടിസ്ഥാനമാക്കിയിരിക്കും. പുതിയ തന്ത്രങ്ങളാണോ കോൺഗ്രസിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത്? പുതിയ കാഴ്ചകളാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, പുതിയ കാഴ്ചകളാണ്. നേരത്തെ അരുൺ പറഞ്ഞതുപോലെ പഴയ കാലത്തൊക്കെ ആണെങ്കിൽ അന്നൊരു ലീഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലീഡറിനെ കേന്ദ്രീകരിച്ചാണ് ചർച്ചകൾ. മുഖ്യമന്ത്രി ആരാകും എന്ന കാര്യത്തിൽ സംശയമുണ്ടാകില്ല. അതുപോലെ പിന്നീട് ലീഡറിനെ വെട്ടി AK ആൻ്റണി വരുന്നു, AK ആൻ്റണിക്ക് ശേഷം AK ആൻ്റണിയെ വെട്ടി ഉമ്മൻചാണ്ടി വരുന്നു. ഇതൊക്കെ വെട്ടിയിട്ടാണ് വരുന്നതെന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ അത് കോൺഗ്രസിൽ ഈ വെട്ടും തടയും ഒക്കെ തന്നെ വളരെ പ്രസിദ്ധമാണ്. അക്കാര്യത്തിലൊക്കെ തന്നെ യഥാർത്ഥത്തിൽ ഈ പദവികൾക്ക് വേണ്ടി പോർമുഖങ്ങൾ തുറക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് കാണുന്നത്. പോർമുഖങ്ങൾ, അക്ഷരാർത്ഥത്തിൽ പോർമുഖങ്ങൾ തുറക്കുകയാണ്. മുൻകാലങ്ങളിൽ ഒരു നേതാവിനെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഒരു നേതാവ് ഉണ്ട് എന്നാണെങ്കിൽ ഇന്ന് ആ സ്ഥാനത്ത് 3 നേതാക്കളാണ്. 3 നേതാക്കളും കരുതുന്നത് തങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യോഗ്യരാണ് എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ യോഗ്യരാണ് എന്ന് ജനത്തെ ബോധിപ്പിക്കാനോ അതല്ലെങ്കിൽ അണികളെ ബോധിപ്പിക്കാനോ ആയി പ്രതിച്ഛായ നിർമ്മിതിയാണ് നടത്തുന്നത്. അതിലാരും പുറകിലല്ല എന്നുള്ളതാണ്. ഈ മുഖ്യമന്ത്രി ചർച്ചകൾക്ക് തുടക്കമിടുന്നത് എറണാകുളത്ത് നിന്നാണ്, കൊച്ചിയിൽ നിന്നാണ്. അത് ഇവിടുത്തെ മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്ന കൊച്ചിയിലെ സ്ഥാനാർത്ഥിയാണ് ആദ്യം പറയുന്നത് കേരളത്തിൽ UDF വിജയിക്കും, UDF വിജയിച്ചാൽ കേരളത്തിൽ എറണാകുളത്ത് നിന്നായിരിക്കും ഒരു മുഖ്യമന്ത്രി ഉണ്ടാവുക എന്ന് ആദ്യം പ്രഖ്യാപിക്കുകയാണ്. തൊട്ടു പിന്നാലെ അങ്ങനെയല്ല എന്ന പ്രതികരണവുമായി മറ്റ് നേതാക്കൾ രംഗത്തെത്തുന്നു. അതിനുശേഷം AP അനിൽകുമാറിനെ പോലെയുള്ള KC വേണുഗോപാലിൻ്റെ അടുത്ത അനുയായികൾ ലീഗ് നേതാക്കളെ കാണാൻ പോകുന്നു, ചർച്ചകൾ നടത്തുന്നു. ആ നിലയിൽ ഒരു തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം എങ്ങനെയാണോ കോൺഗ്രസിൽ ചർച്ചകൾ നടക്കുന്നത്, നീക്കങ്ങൾ നടക്കുന്നത്, ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ്. ഇപ്പോൾ അതായിരുന്നു ആദ്യ ഘട്ടം എന്ന് പറയുന്നത്. 2ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇപ്പോൾ വളരെ ഒരു പുതിയ മോഡലാണ്. ശരിക്കും കോൺഗ്രസ് ഒരു പുതിയ മോഡൽ മുന്നോട്ട് വയ്ക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ രമേശ് ചെന്നിത്തല, ഏറ്റവും ഒടുവിലത്തെ കാര്യം പറഞ്ഞ് പഴയ കാര്യങ്ങൾ പറയാം. ഇപ്പോൾ മുഖ്യമന്ത്രി റേസിൽ ഇപ്പോൾ നിൽക്കുന്ന രമേശ് ചെന്നിത്തല ഇപ്പോൾ ഒരു പോഡ്കാസ്റ്റ് തുടങ്ങുകയാണ്. ആ പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് കേരള യാത്ര എന്നാണ്. 1982 രമേശ് ചെന്നിത്തല കേരള യാത്ര നടത്തിയിട്ടുണ്ട്. 2 ദിവസം മുൻപാണ് ജനനായകൻ എന്ന് പറഞ്ഞുള്ള വലിയ ഡോക്യുമെൻ്ററി വരുന്നു. അതോടൊപ്പം തന്നെയാണ് അതിനെ വെല്ലുന്ന തരത്തിൽ KC വേണുഗോപാലിൻ്റെതായിട്ടുള്ള ഒരു ആളുകൾ ഇതെല്ലാം ഉയർത്തിപ്പിടിക്കുന്നു. VD സതീശനാണെങ്കിൽ നിശബ്ദനാണെന്ന് തോന്നും, പക്ഷേ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെതായുള്ള വലിയ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ KC വേണുഗോപാലിൻ്റെ സോഷ്യൽ മീഡിയ പേജ് എടുത്താൽ KC വേണുഗോപാലിനെ ചീത്ത വിളിക്കുന്ന കുറേ ആളുകളെ കാണാം. അപ്പോൾ KC വിഭാഗം നേതാക്കൾ പറയുന്നത് ഇതൊക്കെ VD സതീശൻ അനുകൂലികളായിട്ടുള്ള സോഷ്യൽ മീഡിയ ടീമാണെന്ന് ആരോപിക്കുന്നു. അതേപോലെ തന്നെ രമേശ് ചെന്നിത്തല വിഭാഗം സമാനമായ ആരോപണം ഉന്നയിക്കുന്നു. ഈ രീതിയിൽ നമ്മൾ നോക്കൂ, പരസ്പരം പോർമുഖം എന്നല്ല, പരസ്പരം വെട്ടിവീഴ്ത്താനും പരസ്പരം തമ്മിലടിക്കാനും ഒക്കെയുള്ള ആർജവത്തോടു കൂടി നേതാക്കൾ ഇങ്ങനെ രംഗത്ത് വരികയാണ്. ഏത് രീതിയിലായിരിക്കും ഇതിനൊരു തീരുമാനമുണ്ടാവുക എന്നത് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ നേതാക്കളൊക്കെ പറയും, ഇപ്പോൾ നമ്മൾ ഈ വിഷയത്തിൽ ഈ നേതാക്കളോട് പ്രതികരണം ചോദിച്ചാൽ അവർ പറയും ഞങ്ങളിതിനെക്കുറിച്ച് അറിഞ്ഞിട്ടേ ഇല്ല എന്നാണ്. കേരളത്തിൽ എല്ലാവരും കോൺഗ്രസ്സുകാരൊക്കെ തന്നെ വളരെ വലിയ ആവശ്യത്തോടെ ചർച്ച ചെയ്യുമ്പോഴും ഇത് അറിയാത്ത 3 നേതാക്കൾ, 1 KC വേണുഗോപാലും, 2 രമേശ് ചെന്നിത്തലയും, 3 VD സതീശനുമായിരിക്കും. ഏതായാലും എല്ലാ നേതാക്കൾക്കും അവരുടേതായ പങ്കുണ്ട്. അവരെല്ലാവരും വലിയ ഫൈറ്റ് നടത്തുന്നു, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുക എന്നുള്ള ലക്ഷ്യവുമായി മുന്നോട്ട് പോകുന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഈ തീരുമാനം കേരളത്തിൽ ആര് മുഖ്യമന്ത്രിയാകണം എന്നത് തീരുമാനിക്കാൻ പോകുന്നത് ഒരുപക്ഷെ കോൺഗ്രസ് വിജയിക്കുകയാണെങ്കിൽ അത് ഹൈക്കമാൻഡ് തന്നെയായിരിക്കും. അതിൽ ഹൈക്കമാൻഡിൻ്റെ സേ തന്നെയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടതെന്നാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ
നമുക്കറിയാലോ, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് വിജയിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ അങ്ങനെ തന്നെയാണ് തീരുമാനിച്ചത്. പ്രതീക്ഷിച്ച ആളുകളല്ല, അവിടെ മോഹവുമായി മുന്നിട്ട് നിന്ന ആളുകളൊന്നും മുഖ്യമന്ത്രിയായിട്ടില്ല, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു വന്നിട്ടുമില്ല. ഏതായാലും ഇവിടെ UDF വിജയിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഇവിടെ MLA-മാരുടെ യോഗം വിളിക്കും. ആ MLA-മാരുടെ യോഗം വിളിച്ച ശേഷം പിന്നീട് ഹൈക്കമാൻഡ് ഒരു പേരിലേക്കൊന്നും അന്നെത്തില്ല. സ്വാഭാവികമായും ആദ്യത്തെ യോഗം എന്ന് പറയുന്നത് MLA-മാരുടെ യോഗം വിളിക്കുകയും MLA-മാർ ആരെ ആക്കണം എന്നതിൽ ഹൈക്കമാൻഡിനെ ചുമതലപ്പെടുത്തിക്കൊണ്ടൊരു തീരുമാനമെടുക്കും. പിന്നീട് ഹൈക്കമാൻഡ് നിരീക്ഷകർ വരും. നിരീക്ഷകർ വന്ന ശേഷം MLA-മാരെ 1 to 1 ആയി കാണും, അവരുടെ അഭിപ്രായം ചോദിക്കും. ഓരോ പേരുകൾ, അവർക്ക് താല്പര്യമുള്ള പേരുകൾ അവർ അറിയിക്കും. അതിലേറ്റവും കൂടുതൽ MLA-മാർ പിന്തുണയ്ക്കുന്ന ആളെ ഹൈക്കമാൻഡ് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും എന്നുള്ളതാണ്. അതാണ് കോൺഗ്രസിലെ ഒരു നടപടിക്രമം എന്ന് പറയുന്നത്. അത് വേണമെങ്കിലും ഹൈക്കമാൻഡിന് മാറ്റാം. ഹൈക്കമാൻഡാണ് ഇവിടെ അന്തിമമായി തീരുമാനമെടുക്കുന്നത്. ഒരു പക്ഷേ MLA-മാരുടെ യോഗം വിളിച്ച് 1 to 1 മീറ്റിങ്ങിൽ MLA-മാർ പറയുന്ന പേരിനെ മറികടന്നുകൊണ്ട് വേണമെങ്കിൽ ഹൈക്കമാൻഡിന് ഒരാളെ തീരുമാനിക്കാം. അത് അംഗീകരിച്ചേ പറ്റൂ. അതാണ് ഹൈക്കമാൻഡിൻ്റെ പല കാലങ്ങളിലെയും തീരുമാനം. ആ നിലയിലൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ ഏറ്റവും അധികം MLA-മാർ, ഒരുപക്ഷെ കോൺഗ്രസ് മത്സരിച്ച 93 സീറ്റുകളിൽ ഇപ്പോൾ 93 സീറ്റിലും കോൺഗ്രസ് വിജയിക്കുകയാണെങ്കിൽ ഒരു 9 MLA-മാർ വേണമെങ്കിൽ രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കാം. ഒരു 5 or 6 MLA-മാർ വേണമെങ്കിൽ VD സതീശനെ പിന്തുണയ്ക്കാം. ബാക്കിയുള്ള മുഴുവൻ ആളുകളും പിന്തുണയ്ക്കാൻ പോകുന്നത് KC വേണുഗോപാലിനെയാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ആ നിലയിലാണ് കേരളത്തിലെ സ്ഥാനാർത്ഥികളെ ഇത്തവണ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പറയട്ടെ, എറണാകുളം ജില്ലയിൽ മാത്രം, നമ്മളിപ്പോൾ ഈ ഇരിക്കുന്ന എറണാകുളം ജില്ലയിലെ മാത്രം നമുക്ക് ഒരുപക്ഷെ എല്ലാ കോൺഗ്രസ് അംഗങ്ങളും വിജയിച്ചു എന്ന് കണക്കാക്കുക. അങ്ങനെ കണക്കാക്കിയാൽ VD സതീശനെ പിന്തുണയ്ക്കുന്ന ആകെ ഒരാളെ ഉണ്ടാവുള്ളൂ, മുഹമ്മദ് ഷിയാസ്. രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്നത് ആകെ 2 പേരുണ്ടാകും. ഒന്ന് അൻവർ സാദത്തും രണ്ടാമത്തെ TG വിനോദും മാത്രം. ബാക്കി എല്ലാവരും പിന്തുണയ്ക്കാൻ പോകുന്ന ആരെയാ? KC വേണുഗോപാലിനെയാണ്. നമ്മളിനി ആലപ്പുഴയിലേക്ക് പോയാലോ, അവിടെ രമേശ് ചെന്നിത്തല സ്വാഭാവികമായും രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കും. ഷാനിമോൾ ഉസ്മാൻ VD സതീശനെ പിന്തുണയ്ക്കും. നമ്മൾ മറ്റ് ഓരോ ജില്ലകളിലേക്കും പോയാൽ ഭൂരിപക്ഷം MLA-മാരുടെ ഭൂരിപക്ഷം വെച്ച് നോക്കിയാൽ KC വേണുഗോപാലിന് ഭൂരിപക്ഷം കൂടുതലായിരിക്കും. അങ്ങനെ MLA-മാർ കൂട്ടമായി KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണം എന്നാവശ്യപ്പെട്ടാൽ ഹൈക്കമാൻഡ് എന്ത് തീരുമാനമെടുക്കും? അപ്പോൾ ഇത് ഹൈക്കമാൻഡ് എന്ത് തീരുമാനമെടുക്കും എന്നത് MLA-മാരുടെ ഒരു ഭൂരിപക്ഷ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത് എങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ UDF വിജയിക്കുകയാണെങ്കിൽ അത് KC വേണുഗോപാലിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടത് തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ടാണ് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപേ തന്നെ കോൺഗ്രസിൽ ഈ ചർച്ചകൾ തുടരുകയാണ്. ഇപ്പോഴും കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് മുസ്ലിം കൺസോളിഡേഷൻ ഉണ്ടായി എന്ന് പ്രതീക്ഷിക്കുകയും അതിലൂടെ കേരളത്തിൽ ഒരു മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കും എന്ന് കോൺഗ്രസും UDF-ഉം ഒക്കെ പ്രതീക്ഷിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴും അവർക്ക് ഉറപ്പിച്ച് പറയാൻ വയ്യ എത്ര സീറ്റിൽ വിജയിക്കും, ഭൂരിപക്ഷം കിട്ടുമോ എന്ന് ഇപ്പോഴും പല നേതാക്കൾക്കും ഉറപ്പിച്ച് പറയാൻ കഴിയുന്നില്ല എന്നുകൂടിയുണ്ട്. അപ്പോൾ വിജയിക്കണം ആദ്യം, വിജയിച്ച ശേഷമാണ് ഈ ചർച്ചകളൊക്കെ നടക്കേണ്ടത്. ഏതായാലും കോൺഗ്രസിൽ ഇതൊക്കെ പതിവാണ്. സ്ഥാനങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിൽ വലിയ പോരൊക്കെ ഇതിനു മുൻപ് നടന്നിട്ടുണ്ട്, എന്തായാലും ഇപ്പോഴും നടക്കുന്നു. നിർഭാഗ്യവശാൽ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറയുന്നത് ഒരാൾക്ക് മാത്രമേ ആകാൻ പറ്റുള്ളൂ. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഒരു മുഖ്യമന്ത്രിയേ ഉള്ളൂ. ഒന്നിൽ കൂടുതൽ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നുവെങ്കിൽ അത് പരിഹരിക്കാമായിരുന്നു. ഏതായാലും ആ ഒരു സ്ഥാനത്തിന് വേണ്ടിയുള്ള വലിയ പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ ആര് ജയിക്കും എന്നത് ഞാൻ ഈ ഹൈക്കമാൻഡിൻ്റെ ഒരു രീതി അനുസരിച്ചാണെങ്കിൽ ആര് ജയിക്കും എന്ന് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചു. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈ മത്സരമൊക്കെ നല്ലതാണ്, പക്ഷെ അധിക്ഷേപം എന്ന് പറയുന്നത് മാറ്റിവെക്കേണ്ടതാണ് എന്നുള്ളതാണ്. ഇപ്പോൾ പല ഈ കോൺഗ്രസിൻ്റെ തന്നെയുള്ള സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ നിന്ന് നേതാക്കളെ അധിക്ഷേപിച്ചുകൊണ്ട്, ഇപ്പോൾ KC വേണുഗോപാലിൻ്റെ പോസ്റ്റിന് താഴെയാണെങ്കിൽ നിങ്ങൾ ലോക്സഭയിൽ തുടരണം, നിങ്ങൾ ഇങ്ങോട്ട് വരരുത്, മുഖ്യമന്ത്രി കുപ്പായും ഇട്ട് ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾ റെഡിയാക്കും എന്നുള്ള തരത്തിലുള്ള അധിക്ഷേപ കമൻറ്റുകളുണ്ട്. VD സതീശിൻ്റെ പോസ്റ്റിന് നേരെ നോക്കിയാൽ അതിന് സമാനമായ രീതിയിൽ, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയുടെ പോസ്റ്റിന് നേരെ നോക്കിയാൽ അതിന് സമാനമായ രീതിയിൽ, ഇതേ രീതിയിൽ നേതാക്കളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ വരുന്ന സാഹചര്യമൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വോട്ട് ചെയ്ത ജനങ്ങളോട് എന്താണ് പറയുന്നത് എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. സാധാരണക്കാരായ വോട്ടർമാർ ഒരുപക്ഷെ ഈ കേരളത്തിൽ ഭരണമാറ്റം വേണം എന്നൊക്കെ, ഇതൊന്നും സംഭവിച്ചിട്ടില്ല, ഇതൊക്കെ നമ്മുടെ ഒരു ഊഹത്തിൽ നിഗമനത്തിൽ പറയുന്നതാണ് എന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരുപക്ഷെ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ജനത്തോട് നിങ്ങൾ എന്ത് ന്യായീകരണമാണ് പറയുക എന്നൊരു വലിയ ചോദ്യം കൂടിയുണ്ട്. ഇതാണ് അവസ്ഥയെങ്കിൽ, അതായത് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ മുഖ്യമന്ത്രി ആകുന്നതുമായി ബന്ധപ്പെട്ട് ഇതാണ് കോൺഗ്രസിലെ സാഹചര്യമെങ്കിൽ ഇനി അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും അവസ്ഥ
എന്ന് സ്വാഭാവികമായും ജനങ്ങൾ ചിന്തിക്കും. ആ നിലയിലേക്ക് കോൺഗ്രസ് തരം താഴരുതെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ ഒരു വിജയപ്രതീക്ഷ കാണുമ്പോൾ തന്നെ കോൺഗ്രസിൽ ഈ നിലയിലേക്ക് തരം താഴുന്നൊരവസ്ഥയിലേക്ക് നേതാക്കൾ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു മടിയുമില്ലാതെയാണ് നേതാക്കൾ ഇക്കാര്യത്തിൽ രംഗത്ത് വരുന്നത്. ഞങ്ങളാണ് മുൻപൻ, ഞാനാണ് മുൻപൻ എന്ന നിലയിൽ സ്വയം പ്രചരിപ്പിച്ചുകൊണ്ട് പ്രതിച്ഛായ നിർമ്മിതിയൊന്നും തെറ്റില്ല. പ്രതിച്ഛായയൊക്കെ നിർമ്മിക്കാം, ഞാൻ നല്ല ആളാണ്, നല്ല മനുഷ്യനാണ് എന്നൊക്കെ പറയുന്നതിലൊന്നും തെറ്റില്ല. പക്ഷെ ഞാൻ നല്ല മനുഷ്യനാണ്, നല്ല വ്യക്തിയാണ് എന്നൊക്കെ പറയുന്നതിന് ഒപ്പം നിങ്ങൾ മറ്റുള്ളവരെ അധിക്ഷേപിക്കുക കൂടി ചെയ്യുന്നതാണ് ഏറ്റവും വലിയ കഷ്ടം എന്ന് പറയുന്നത്. അതിൽ നിന്നൊക്കെ മാറണം. ഏതായാലും തൽക്കാലം ഈ ചർച്ചകളൊക്കെ ഇവിടെ നിർത്തുന്നതാണ് കോൺഗ്രസിന് നല്ലത്. മെയ് 4-ാം തീയതിക്ക് ശേഷം ചർച്ചകൾ നടത്തുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ഓക്കെ, നമുക്ക് ഒരു ഇടവേള വേണം. ഇടവേളയ്ക്കു ശേഷം തിരികെ വരാം. ചോദ്യം ഇതാണ്: പുതിയ തന്ത്രങ്ങളോ കോൺഗ്രസിൽ മുഖ്യമന്ത്രി കസേരയ്ക്കായി എന്നാണ്. വെൽക്കം ബാക്ക്. മുഖ്യമന്ത്രി കസേരയ്ക്കായി കോൺഗ്രസിൽ നമ്മൾ ഇതുവരെ കാണാത്ത പുതിയ തന്ത്രങ്ങളോ എന്നാണ് ചോദ്യം. പുതിയ തന്ത്രങ്ങളാണ്. യഥാർത്ഥത്തിൽ കസേര എന്ന പദം മാറ്റേണ്ട സമയമായിരിക്കുന്നു. ഇപ്പോൾ നിലവിലൊരു ബെഞ്ച് തന്നെ മുഖ്യമന്ത്രി പദത്തിനായി കോൺഗ്രസ് ഒരുക്കിയിടുന്നതായിരിക്കും നല്ലത്. ഒന്നിൽ കൂടുതൽ ആളുകൾ മുഖ്യമന്ത്രി പദത്തിലേക്കുണ്ട് എന്നുള്ളതാണ്. അതൊരു തെറ്റായ കാര്യമായി നമ്മൾ ആരും കണക്കാക്കുന്നില്ല. പക്ഷേ അവർ നടത്തുന്ന പ്രതിച്ഛായ നിർമ്മിതികൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ UDF പ്രവർത്തകരിൽ ഉണ്ടാക്കാവുന്ന മാനസിക വിഷമത്തെ കൂടി അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് ഈ കാര്യത്തിൽ ആദ്യമേ പറയാനുള്ളത്. ഇനി ഇതിന് പിന്നിൽ രസകരമായ ചില രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ട്, അണിയറയിൽ നടക്കുന്നുണ്ട്. നമ്മൾ പുറത്ത് കാണുന്ന പ്രതിച്ഛായ നിർമ്മിതികൾക്കപ്പുറം അത് നോക്കൂ, പുതിയ തന്ത്രങ്ങളാണ്. ഡോക്യുമെൻ്ററി വഴി, പുസ്തക പ്രകാശനം വഴി, മറ്റു ചിലർ ഫ്ലെക്സ് സ്ഥാപിക്കുന്നത് വഴി, സോഷ്യൽ മീഡിയയിലെ അംഗം വെട്ടുന്നത് വഴി, സോഷ്യൽ മീഡിയയിലെ അധിക്ഷേപ പരാമർശങ്ങൾ വഴി. ഇതൊന്നും കേരളം നേരത്തെ കണ്ട ഒരു രീതിയേ ആയിരുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് തന്നെ മുഖ്യമന്ത്രിയെ കോൺഗ്രസ് യഥാർത്ഥത്തിൽ ലീഡർമാരെ തീരുമാനിക്കുന്നൊരു പതിവുണ്ട്. അതിനു മുൻപേ തന്നെയാണ് വെട്ടലുണ്ടാവുക. ഇവിടെ പ്രശ്നം ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വരുന്നതിന് തൊട്ട് മുമ്പാണ് ഈ വെട്ടലും തടയലും എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിൽ സംഭവിച്ചിരിക്കുന്നൊരു പുതിയ മാറ്റം. നേരത്തെ ഇപ്പോൾ 2001 തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഉമ്മൻചാണ്ടി തന്നെയായിരിക്കും, AK ആന്റണി തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരുന്നു. അതിനുശേഷമാണ് AK ആന്റണി രാജിവെക്കുമ്പോൾ അത് ഉമ്മൻചാണ്ടി തന്നെയാണ് മുഖ്യമന്ത്രി എന്നുള്ളത് ഉറപ്പായിരുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാൻ എങ്ങനെയാണ് AK ആന്റണിയും K കരുണാകരനും പരസ്പരം അംഗം വെട്ടിയതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഇതിലൊരാൾ കേന്ദ്രത്തിൽ പോകും, ഒരാൾ കേരളത്തിൽ നിൽക്കും. ഈ അവസ്ഥയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അത് മാറി. 3 പ്രധാനപ്പെട്ട നേതാക്കൾ കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിനായിട്ടുള്ളത്. കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന വിശദീകരണം ഗാലക്സി ഓഫ് ലീഡേഴ്സ് ഞങ്ങൾക്കുണ്ട്, മറുഭാഗത്ത് നോക്കൂ എന്നുള്ളത് അതൊരു തെറ്റായ നെറേറ്റീവാണ് എന്നുള്ളതാണ്. കൂടുതൽ നേതാക്കൾ ഒരു കസേരയ്ക്ക് വേണ്ടിയിട്ട് മത്സരിക്കുന്നതിന് പറയുന്ന പേരല്ല ഗാലക്സി ഓഫ് ലീഡേഴ്സ് എന്ന് പറയുന്ന പ്രതിഭാസം. അങ്ങനെ ഒരുപാട് നേതാക്കൾ ഒരുപാട് പദവികളിൽ ഉണ്ടാവണം. ഇനി എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത്? KCയുടെ ക്ലെയിം എന്താ? KCയുടെ പക്ഷത്ത് നിൽക്കുന്നവർ പറയുന്ന കാര്യമുണ്ട്. അവർ ചൂണ്ടിക്കാട്ടുന്നത് AK ആന്റണിയെ നോക്കൂ. AK ആന്റണി 2 തവണ മുഖ്യമന്ത്രിയായത് എങ്ങനെയാണ്? AK ആന്റണി 2 തവണയും മുഖ്യമന്ത്രിയായത് ആദ്യം MLA ആയിട്ടല്ല. ആദ്യം AK ആന്റണി MLA ആവുന്നത് 1977-ലാണ്. അന്ന് കഴക്കൂട്ടം ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടാണ് പിന്നീട് മുഖ്യമന്ത്രിയാവുന്നത്. പിന്നീട് AK ആന്റണി മുഖ്യമന്ത്രിയാവുന്നത് 95-ലാണ്. അന്ന് രാജ്യസഭാ MP ആയിരുന്നു AK ആന്റണി. ആ രാജ്യസഭാ MP ആയിരുന്ന AK ആന്റണി മുഖ്യമന്ത്രിയാകുമ്പോൾ അന്ന് മത്സരിക്കുന്നത് തിരൂരങ്ങാടിയിൽ നിന്ന് വിജയിച്ചിട്ടാണ്, ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടാണ് വരുന്നത്. ഇങ്ങനെ 2 തവണ AK ആന്റണി മുഖ്യമന്ത്രിയായതും സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെയാണ്, പിന്നീട് ഉപതെരഞ്ഞെടുപ്പുകളിലൂടെയാണ് ആയത്. സോ KC വേണുഗോപാൽ എന്ന് പറയുന്ന ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറിക്ക് ഒരു ക്ലെയിമുണ്ട്. ഇനി ഈ മറുഭാഗത്ത് നോക്കിയാൽ CPM-ലും അത് കാണാം. ഇപ്പോൾ EK നായനാർ 1996 മുഖ്യമന്ത്രിയാവുന്നത് പാർട്ടി സെക്രട്ടറി എന്ന സ്ഥാനം ഒഴിഞ്ഞ് തലശ്ശേരിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ടാണ്. അപ്പോൾ CPM-ലും കോൺഗ്രസിലും മുഖ്യമന്ത്രിയാകണമെന്നുണ്ടെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് MLA ആവണമെന്നില്ല. അതുകൊണ്ടാണ് ഇരിക്കൂറിൽ KC വേണുഗോപാൽ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ട് മുഖ്യമന്ത്രിയാകും എന്നുള്ള തരത്തിലുള്ള സൂചനകൾ വരുന്നത്. അപ്പോൾ KC വേണുഗോപാലിന് കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ ചരിത്രത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് വലിയ തെറ്റൊന്നുമില്ല, അത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ പ്രശ്നം ആ സാഹചര്യം ഇപ്പോഴുണ്ടോ എന്നുള്ളതാണ്. 95-ലും 77-ലും AK ആന്റണി മുഖ്യമന്ത്രിയാകുമ്പോൾ ഉണ്ടാകുന്ന സവിശേഷ സാഹചര്യം പക്ഷേ ഇപ്പോഴില്ല. എന്തുകൊണ്ടെന്നാൽ കേരള രാഷ്ട്രീയത്തിൽ വളരെ സജീവമായി നിൽക്കുന്ന 2 നേതാക്കളുണ്ട്. ഒന്ന് തലമുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തലയുണ്ട്. 30-ാമത്തെ വയസ്സിൽ ലീഡറിൻ്റെ മന്ത്രിസഭയിൽ മന്ത്രിയായതാണ്. അദ്ദേഹം കേരള കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിട്ട് 9 വർഷക്കാലം ഇരുന്ന മനുഷ്യനാണ്. AICCയുടെ സെക്രട്ടറി പദവിയിലേക്ക് ഈ പറയുന്ന KC വേണുഗോപാൽ വരുന്നതിന് മുമ്പ് തന്നെ AICCയുടെ ചുമതല വഹിച്ചയാളാണ്. ഹിന്ദിയും ഇംഗ്ലീഷും നന്നായി സംസാരിക്കാൻ അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ പലതരത്തിലും AICC വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് നിയോഗിച്ച മനുഷ്യനാണ്. മമതാ ബാനർജിക്കൊപ്പം അല്ലേ കോൺഗ്രസിൽ ഉണ്ടായിരുന്ന നേതാവാണ്. മമതാ ബാനർജി എനിക്കൊന്നും ജൂനിയർ ആയിരുന്നു എന്നാണ് തോന്നുന്നത്.
തോന്നുന്നത് രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചല്ലേ? ജൂനിയർ ആയിരിക്കും. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് NSA ബന്ധമുള്ളതുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പാൻ ഇന്ത്യൻ ലീഡറായി ഇപ്പോ എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു കോൺഗ്രസ് നേതാവാണ് രമേശ് ചെന്നിത്തല എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. രമേശ് ചെന്നിത്തലയ്ക്ക് മതിയായ ഇപ്പോ ക്യാബിനറ്റ് പരിചയവുമുണ്ട്. അദ്ദേഹം പറഞ്ഞല്ലോ 30ാമത്തെ വയസ്സിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ്, ക്ഷമിക്കണം, കെ കരുണാകരന്റെ കാലത്താണ് മന്ത്രിയാകുന്നത്. പിന്നീട് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത്. അപ്പോൾ അദ്ദേഹത്തിന് ആ പ്രതിപക്ഷ നേതാവ് എന്ന പദവിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് എന്ന പദവിയിൽ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന ഒരുപാട് കേസുകൾ അത് പിന്നീട് പരാജയപ്പെടുന്നു, ചിലത് നിലനിൽക്കുന്നു, അതൊക്കെ ആ സാഹചര്യത്തിൽ അവിടെ നിൽക്കുന്നു. അപ്പോൾ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഒരു നേതാവ് അവിടെ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നു. മറുഭാഗത്ത് വി ഡി സതീശൻ. ഞാൻ ഈ മൂന്ന് നേതാക്കളെ മൂന്ന് രീതിയിലാണ് കാണാൻ നോക്കുന്നത്. ഇപ്പം രമേശ് ചെന്നിത്തലയെ ഞാൻ വിശേഷിപ്പിക്കുന്നത് മാസ്റ്റർ കോർഡിനേറ്റർ എന്നാണ്. നിങ്ങൾ നോക്കൂ, ഈ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്ക് ഇന്ന് കാര്യങ്ങൾ നേരിട്ട് പോയി പറയാൻ പറ്റുന്ന വിശ്വസ്തനായ ഒരു നേതാവ് ഇപ്പോഴും രമേശ് ചെന്നിത്തല തന്നെയാണ്. അത് താഴെത്തട്ടിലുള്ള നേതാവ് മുതൽ മുകൾ തട്ടിലുള്ള നേതാവ് വരെ. ഐ ഗ്രൂപ്പിൽ അദ്ദേഹം കൊണ്ടുവന്ന ഒരു ലെഗസി ഉണ്ട്. താഴെത്തട്ടിലുള്ള നേതാക്കളെ കൈപിടിച്ചു കൊണ്ടുവന്ന് താഴെത്തട്ടിലെ നേതാക്കളൊക്കെ രമേശ് ചെന്നിത്തലയെ കുറിച്ച് പറയുന്നത്, രമേശ് ചെന്നിത്തല കൊണ്ടുവന്നവരെയൊക്കെ രമേശ് ചെന്നിത്തല എപ്പോഴും പിന്തുണച്ചിട്ടേ ഉള്ളൂ. അവരെ ഒരു പേഴ്സണൽ സൗഹൃദവും രാഷ്ട്രീയത്തിനപ്പുറത്തേക്കുള്ളൊരു ബന്ധവും ഒക്കെ രമേശ് ചെന്നിത്തല കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അത് ലീഡറിന്റെ ഒരു പാരമ്പര്യമാണ് കേട്ടോ. ആ പാരമ്പര്യം അത് രമേശ് ചെന്നിത്തലയെ വിശ്വസിച്ച ആളെ ഒന്നും ആർസി ചതിച്ചിട്ടില്ല. പക്ഷേ ആർസി ചതിക്ക് വിധേയനായിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. പല ഘട്ടങ്ങളിലും 2021 എങ്ങനെയാ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെടുന്നത്? ഉമ്മൻചാണ്ടി തന്നെ സമ്മതിച്ചു. ഉമ്മൻചാണ്ടി തന്നെ രമേശ് ചെന്നിത്തലയുടെ പേര് പറഞ്ഞ് ഉറപ്പിച്ചതാണ്. മല്ലികാർജ്ജുൻ ഖാർഗെ ആയിരുന്നു അന്ന് പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കുന്ന കമ്മീഷന്റെ ഒബ്സർവർ എന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയോട് രമേശ് ചെന്നിത്തല ചോദിക്കുന്നുണ്ട്, പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് വേറെ മാറ്റം വല്ലതും ഉണ്ടോ, ക്ലെയിം വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷെ വളരെ പെട്ടെന്നാണ് കാര്യങ്ങൾ തിരിയുന്നത്. ഭൂരിപക്ഷ MLA-മാരുടെ പിന്തുണയുണ്ടായിരുന്നിട്ടും 2021 രമേശ് ചെന്നിത്തലയ്ക്ക് മാറ്റി വളരെ പെട്ടെന്ന് വി ഡി സതീശനെ നിയമിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് രമേശ് ചെന്നിത്തല സോണിയാഗാന്ധിക്ക് ഒരു വൈകാരികമായ കത്ത് എഴുതുന്നുണ്ട്. എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ വി ഡി സതീശന്റെ പേര് നിർദ്ദേശിക്കുമായിരുന്നല്ലോ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ രമേശ് ചെന്നിത്തല ആ ഘട്ടത്തിൽ 2021 അപമാനിക്കപ്പെട്ടു എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. ആ അർത്ഥത്തിൽ പ്രതിപക്ഷ പദവി വി ഡി സതീശന് കൊടുക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചിരുന്നത് ഒരു മാന്യമായ രീതിയിൽ കൊടുക്കണമായിരുന്നു എന്നുള്ളതാണ്. അന്ന് രമേശ് ചെന്നിത്തലയെ അത് അറിയിച്ചിരുന്നെങ്കിൽ രമേശ് ചെന്നിത്തല അതിന് എതിർ നിൽക്കുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. വി ഡി സതീശന്റെ പേര് പറഞ്ഞ് പിന്മാറുമായിരുന്നു. അന്ന് അതിൻ്റെ പേരിൽ രമേശ് ചെന്നിത്തലയോ ഗ്രൂപ്പോ ഒരു വഴക്കും കോൺഗ്രസിൽ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഒരു കരിയില പോലും അനങ്ങുന്ന ശബ്ദം ഞാൻ കേൾപ്പിച്ചിട്ടില്ല എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. ആ അർത്ഥത്തിലേക്ക് രമേശ് ചെന്നിത്തല വളരെ പക്വമതിയായ ഒരു ലീഡറായിട്ടാണ്, ഒരു മാസ്റ്റർ കോർഡിനേറ്റർ. എല്ലാ സഭാ സമുദായങ്ങളുമായിട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് വളരെ ക്ലീൻ കൂൾ റിലേഷനാണുള്ളത്. നിങ്ങൾ NSSലേക്ക് പോയി നോക്കൂ, രമേശ് ചെന്നിത്തലയെ കുറിച്ച് മോശം പറയൂല. ഇടക്കാലത്തുണ്ടായിരുന്നു ആരുമായിട്ട് സുകുമാരൻ നായരുമായിട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടായിരുന്ന ഒരു അകൽച്ചയൊക്കെ നമ്മൾ കണ്ടു. അതൊക്കെ മാറി. നിങ്ങൾ SND പോയി ചോദിച്ചു നോക്കൂ, വെള്ളാപ്പള്ളി നടേശനും ഈ രമേശ് ചെന്നിത്തലയെ കുറിച്ച് മോശം അഭിപ്രായം ഉണ്ടാവില്ല. മറ്റ് സഭാ സമുദായ നേതാക്കളോടും രമേശ് ചെന്നിത്തല പാലിക്കുന്ന ആ ബന്ധവും ഊഷ്മളതയും ആ പൊളിറ്റിക്കൽ മെച്യൂരിറ്റിയുടെ തെളിവാണ്. ആ അർത്ഥത്തിൽ ഒരു മാസ്റ്റർ കോർഡിനേറ്ററാണ് രമേശ് ചെന്നിത്തല എന്നുള്ളത്. രണ്ടാമത്തേതാരാ? വി ഡി സതീശൻ. നോക്കൂ, ചെന്നിത്തലയും ഈ NSS തമ്മിലുള്ള പ്രശ്നങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് എന്നെ ഒരു സമുദായത്തിന്റെ ഭാഗമായി ചിത്രീകരിക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞെടുത്താണ്. അത് സെക്യുലർ പൊസിഷൻ ആയിരുന്നു. അപ്പൊ ഇപ്പൊ പ്രിയപ്പെട്ടവനായത് അത് കോംപ്രമൈസ് ചെയ്തതിന്റെ പേര് അതുകൊണ്ടല്ല. രണ്ടാമത് ഒരു കോംപ്രമൈസും രമേശ് ചെന്നിത്തല നടത്തിയിട്ടില്ല. രമേശ് ചെന്നിത്തല ഒരു സമുദായത്തിന് വേണ്ടിയിട്ട് ആ രീതിയിൽ വളരെ സെക്യുലർ പൊസിഷനാണ്. അദ്ദേഹത്തിന് അറിയാം അത് ഉണ്ടാക്കാവുന്ന ഇമ്പാക്ട് അദ്ദേഹത്തിന് അറിയാം. എന്നെ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ പ്രതിനിധിയായി ചിത്രീകരിച്ചാൽ രമേശ് ചെന്നിത്തല ഇതുവരെ ഉയർത്തിക്കൊണ്ടുവന്ന പൊളിറ്റിക്കൽ ക്രൗഡ് ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ നേതാവ് എന്ന നിലയിലേ അല്ല. അതൊരു അപകടകരമായ കീഴ്വഴക്കമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് രമേശ് ചെന്നിത്തല ആർജവത്തോടുകൂടി ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. ഞാൻ കേരളത്തിലെ കോൺഗ്രസിലെ നേതാക്കൾ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ആർജവമുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് മുഴുവൻ. ആലപ്പുഴ ഹരിപ്പാട് പോലൊരു മണ്ഡലം അത്ര സേഫ് മണ്ഡലമൊന്നുമല്ല. ആ മണ്ഡലത്തിൽ വേണമെന്ന് വെച്ചാൽ NSSന് പാലം വലിക്കാനൊക്കെ പറ്റും. പക്ഷേ അവിടെ രമേശ് ചെന്നിത്തലയെ ഒപ്പം നിർത്തിക്കൊണ്ട് ഇക്കുറി നല്ല മത്സരമാണ് ഹരിപ്പാട് നടക്കുന്നത്. BJPയുടെ സന്ദീപ് വചസ്പതിയാണ് അവിടെ മത്സരിക്കുന്നത്. പക്ഷേ അപ്പോഴും ആ നിലപാടിലൊന്നും ഒരു വിട്ടുവീഴ്ചയൊന്നും രമേശ് ചെന്നിത്തല വരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ രമേശ് ചെന്നിത്തല ഒരു മാസ്റ്റർ കോർഡിനേറ്ററാണ്. എല്ലാ സഭാ സമുദായ അംഗങ്ങളുമായിട്ടും ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള എഫേർട്ടിൽ പോകാൻ പറ്റും ഒരു ഡിപ്ലോമാറ്റാണ് ഇപ്പോഴും കോൺഗ്രസ്. നമുക്ക് കെ സുധാകരനുമായിട്ടും അദ്ദേഹം സംസാരിക്കും, വേണമെങ്കിൽ വി ഡി സതീശനുമായിട്ടും അദ്ദേഹം സംസാരിക്കും, അദ്ദേഹത്തിന് ബെന്നി ബെഹനാനുമായിട്ട് സംസാരിക്കും. അങ്ങനെ എല്ലാ നേതാക്കന്മാരുമായിട്ടും അടുത്ത ഊഷ്മളമായൊരു ബന്ധം നിർത്തുന്ന ഒരു സാഹചര്യം അദ്ദേഹത്തിനുണ്ട്. ഒരു മാസ്റ്റർ കോർഡിനേറ്ററാണ്. ഇനി വി ഡി സതീശൻ്റെ കാര്യമാണെങ്കിലോ, വി ഡി സതീശൻ
നമുക്ക് തള്ളിക്കളയാനേ പറ്റില്ല. സഭയ്ക്കുള്ളിലും സഭയ്ക്ക് പുറത്തും ഒരു പോരാളിയായിട്ട് തന്നെ നിന്നയാളാണ്, പടനയിച്ചയാളാണ്. ഇല്ലാത്ത ആയുധങ്ങളെല്ലാം കൊണ്ടുവന്ന് പോരാടി എന്നുകൂടി വേണമെങ്കിൽ പറയാം. കാരണം അതല്ലാതെ വേറെ നിവൃത്തിയില്ല. ഈ സർക്കാരിനെതിരെ വെൽഫെയർ മെഷേഴ്സ് എടുത്തു നിൽക്കുന്ന സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കുക എന്നൊരു ചുമതലയായിരുന്നു യഥാർത്ഥത്തിൽ വി ഡി സതീശനിൽ അർപ്പിതമായിരുന്നത്. വി ഡി സതീശൻ സഭയിൽ അത് ചെയ്തു. സഭയിൽ നമ്മൾ തന്നെ വിമർശിച്ചിട്ടുണ്ട് വി ഡി സതീശൻ നിലപാട് ശരിയല്ല. പക്ഷേ വി ഡി സതീശൻ തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം പാർട്ടിക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ്. പാർട്ടിക്ക് വേണ്ടി സഭയ്ക്കുള്ളിലും സഭയ്ക്ക് പുറത്തും പോരാടി. അപ്പോൾ ഒരു പടനായകന്റെ റോളായിരുന്നു, ഒരു സേനാധിപന്റെ റോളായിരുന്നു യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത് വി ഡി സതീശന്. ഒരു കോർഡിനേറ്ററുടെ റോളായിരുന്നു രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടായിരുന്നത്. കെ സി വേണുഗോപാലിനോ? കെ സി വേണുഗോപാലിന്റെ കാര്യത്തിൽ കെ സി വേണുഗോപാൽ ഫണ്ട് റൈസറാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫണ്ട് റൈസറാണ് കെ സി വേണുഗോപാൽ. ഒരു സംശയവും വേണ്ട. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്, വിശിഷ്യ തെലങ്കാനയിൽ നിന്ന് പണം കേരളത്തിലേക്ക് കൊണ്ടുവന്നു. തെരഞ്ഞെടുപ്പിൽ 9 ദിവസമാണ് വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ചെലവഴിച്ചു. 9 ദിവസം. ആകെ പ്രചരണത്തിനുണ്ടായിരുന്ന 20 ദിവസം. അതിൽ 9 ദിവസം വി ഡി സതീശൻ ഇവിടെ സ്വന്തം മണ്ഡലത്തിൽ മത്സരം കളിച്ചിരുന്നു. 12 ദിവസം ചെന്നിത്തല അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തിൽ മത്സരം കളിച്ചിരുന്നു. സണ്ണി ജോസഫാണ് മുഴുവൻ. ഇതാണ് അതാത് മണ്ഡലങ്ങളിൽ മത്സരം കളിക്കുന്ന സാഹചര്യത്തിൽ ആദ്യം ആ മണ്ഡലത്തിൽ ജയിച്ചു വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊരു കാര്യമുണ്ട്, എന്താ അറിയാമോ? അതായത് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒക്കെ ഈ പറയുന്ന KSU NSA പശ്ചാത്തലത്തിൽ ഉയർന്നു വന്ന നേതാക്കളാണ്. വി ഡി സതീശൻ അങ്ങനെ ഒരാളല്ല. ആകെയുള്ള ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് ഇപ്പോ MG കോളേജിലെ MG യൂണിവേഴ്സിറ്റിയുടെ ചെയർമാനായിരുന്നു. അപ്പൊ ഈ പറവൂർ എന്ന് പറയുന്ന മണ്ഡലം അദ്ദേഹത്തിന് കിട്ടിയ മണ്ഡലമാണ്. അവിടെ അദ്ദേഹത്തിന് സേഫ് അല്ല. ഇപ്പൊ പിണറായി വിജയൻ ഒരു സേഫ് മണ്ഡലമുണ്ട്, അത് പാർട്ടി കോട്ടയാണ്. ഉമ്മൻചാണ്ടിക്ക് പുതുപ്പള്ളി എന്ന് പറയുന്ന ഒരു മണ്ഡലം ഉണ്ടായിരുന്നു. രമേശ് ചെന്നിത്തലയ്ക്ക് ഹരിപ്പാട് എന്ന് പറയുന്ന മണ്ഡലം അവിടെ ഉണ്ട്. വി ഡി സതീശൻ അങ്ങനെ ഒരാളല്ല. അങ്ങനെ സേഫായ ഒരു മണ്ഡലത്തിൽ നിന്ന് കളിക്കുന്ന ഒരാളല്ല സതീശൻ എന്നുള്ളതുകൊണ്ട് അവിടെ നിൽക്കണം എന്നതാണ് അദ്ദേഹത്തിന് യാഥാർത്ഥ്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ആ മത്സരം അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അപ്പോഴും സാധ്യമായെടുത്ത് പോയി. പക്ഷെ അദ്ദേഹത്തിന് ഇത്തവണത്തെ പുതിയുഗ യാത്ര മറ്റ് യാത്രകളിൽ നിന്ന് കുറച്ചുകൂടി ക്രൗഡ് പുള്ളിംഗ് ആയിരുന്നു. അക്കാര്യത്തിൽ നിന്ന് ഒരു സംശയമില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സഭയ്ക്കുള്ളിലും സഭയ്ക്ക് പുറത്തും ഒരു പടനായകൻ എന്നൊരു ഇമേജ് വി ഡി സതീശൻ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു ഫൈറ്ററാണ്. മൂന്നാമത്തത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ കെ സി വേണുഗോപാൽ ഒരു ഫണ്ട് റൈസർ മാത്രമായിരുന്നില്ല, ഒരു ക്രൈസിസ് മാനേജർ കൂടിയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കീറാമുട്ടിയായത് സ്ഥാനാർത്ഥി നിർണ്ണയമാണ്. ആ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലെല്ലാം പിണങ്ങി നിന്ന നേതാക്കളെ, വിമത ശബ്ദങ്ങളെ ഏറ്റവും കൂടുതൽ ഹാൻഡിൽ ചെയ്ത നേതാവാണ് കെ സി വേണുഗോപാലാണ്. എന്താ ഇവരെ വിളിച്ചു പറഞ്ഞത്? മുതിർന്ന നേതാക്കളിലും യുവാക്കളെയും വിളിച്ചു പറഞ്ഞത്. ഇപ്പോൾ സഞ്ജയ് ഖാനെ പുനലൂരിൽ വിളിച്ച് അനുനയിപ്പിക്കുന്ന ദൃശ്യം നമ്മൾ കണ്ടതാണ്. തോളിൽ കൈയിട്ട് സഞ്ജയ് ഖാനോട് പറഞ്ഞത് എന്താണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. വിഷമിക്കേണ്ട, നമ്മുടെ പാർട്ടി അധികാരത്തിൽ വരികയല്ലേ, നിങ്ങൾക്കെല്ലാം അർഹിക്കുന്ന സ്ഥാനങ്ങൾ കിട്ടും എന്നതാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്ന കോംപ്രമൈസ്. അത് വി ഡി സതീശൻ പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കൂല, അതായത് ഈ നേതാക്കൾ വിശ്വസിക്കൂല. രമേശ് ചെന്നിത്തല പറഞ്ഞാലും അത് രമേശ് ചെന്നിത്തലയ്ക്ക് ആദ്യം മുഖ്യമന്ത്രി സ്ഥാനം കിട്ടുമോ എന്നുള്ളത് അറിഞ്ഞിട്ടല്ലേ രമേശ് ചെന്നിത്തല കൊടുക്കുന്ന ഉറപ്പ് വിശ്വസിക്കാൻ പറ്റൂ. പക്ഷേ വേണുഗോപാൽ പറയുമ്പോൾ, കെ സി പറയുമ്പോൾ ആ നേതാക്കൾ ഇപ്പോൾ അലൂഷി സേവർ പിന്മാറി, സഞ്ജയ് ഖാൻ ഈ മത്സരത്തിൽ നിന്ന് പിന്മാറി, തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥി പയ്യന്നൂരിൽ പിന്മാറി. ഈ വിമത ശബ്ദങ്ങളെ എല്ലാം ഒഴിവാക്കാനായി കെ സി വേണുഗോപാൽ നടത്തിയ ശ്രമങ്ങൾ കൂടി നമ്മൾ പറയണം. ആ അർത്ഥത്തിൽ അദ്ദേഹം ഒരു മാസ്റ്റർ ഇന്റർലൊക്യൂട്ടർ ആയിട്ട് പ്രവർത്തിച്ചു, ഒരു ഫണ്ട് റൈസർ കൂടിയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 പേർക്കും ഈ തെരഞ്ഞെടുപ്പിൽ സവിശേഷമായ റോളുകൾ നിർവഹിക്കാനുണ്ടായിരുന്നു. ഇതിൽ ആരാണ് ഏറ്റവും മികച്ചത് എന്ന് നമുക്ക് പറയുക സാധ്യമല്ല. തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നിർവഹിച്ച റോളിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ മുഖ്യമന്ത്രി പദവിയെ തീരുമാനിക്കുന്നത്. അതിന് പക്വത ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. സഭാ സമുദായ നേതാക്കളുമായിട്ടും ഒപ്പം പാർട്ടി പ്രവർത്തകരുമായിട്ടുള്ള ഒരു ബന്ധം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാത്തിനും ഉപരി ഹൈക്കമാൻഡിന് വിശ്വാസമുള്ളൊരു നേതാവിനെ മാത്രമേ മുഖ്യമന്ത്രിയായിട്ട് ഇവിടെ നിയമിക്കാൻ പറ്റൂ. ഫണ്ട് കൊണ്ടുവരുന്നവരാണ് നായകരെങ്കിൽ ലൂസിഫറിൽ ബോബിയാണ്. ഡെഫിനറ്റ്ലി അങ്ങനെ വേണമെങ്കിലും ആവാം, വേണമെങ്കിൽ തിരിച്ചാവാം. ഇനി നമുക്ക് നോക്കൂ, എന്തുകൊണ്ടാണ് MLA-മാരിൽ ഈ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ വളരെ കൃത്യമായിട്ട് കെ സി വേണുഗോപാൽ ഇടപെട്ടിട്ടില്ലേ? ഞാൻ ഇപ്പോൾ നോക്കുകയായിരുന്നു, ഒരു 85 സീറ്റ് UDF-ന് കിട്ടുകയാണെങ്കിൽ നിലവിൽ ഒരു 20-23 MLA-മാരുടെ പിന്തുണ കെ സി വേണുഗോപാലിനുണ്ട്. ഒരു 10-12 MLA-മാരുടെ പിന്തുണ നിശ്ചയമായും രമേശ് ചെന്നിത്തലയ്ക്കുമുണ്ട്. ഒരു 10ഓളം MLA-മാർ പക്ഷത്ത് നിന്ന് ആർക്ക് പിന്തുണയ്ക്കുമെന്നറിയാതെ ഇപ്പോഴും വേവർ ചെയ്ത് നിൽക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ബെന്നി ബെഹനാൻ KPCC അധ്യക്ഷനാവാനുള്ള സാധ്യത കൂടുതലാണ്. പേരാവൂരിൽ സണ്ണി ജോസഫ് ജയിക്കുകയും UDF അധികാരത്തിൽ വരികയും സണ്ണി ജോസഫ് മന്ത്രിയാകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ബെന്നി ബെഹനാൻ KPCC അധ്യക്ഷനാകും എന്നുള്ളതാണ് KPCC ബെന്നി ബെഹനാന് കിട്ടിയിരിക്കുന്ന ഉറപ്പ്. അങ്ങനെയാണെങ്കിൽ ബെന്നിക്കൊപ്പം നിൽക്കുന്ന MLA-മാർ ആർക്കൊപ്പം വരും? സ്വാഭാവികമായി KCക്കൊപ്പം വരും എന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതാണ് A ഗ്രൂപ്പിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത്. ഇനി VD-യുടെ പക്ഷത്തേക്ക് വന്നോ? VD-യുടെ പക്ഷത്തേക്ക് വന്നാൽ ഇവിടെ ഷിയാസ് ജയിക്കണം.
ഒരു സ്ഥാനാർത്ഥി പിന്തുണയ്ക്കണമെങ്കിൽ ഷാനിമോൾ ഉസ്മാൻ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ വി ഡി സതീശനോടൊപ്പം നിന്നേക്കാം. കോവളത്ത് നിശ്ചയമായും വിൻസെന്റ് വി ഡി സതീശനെ പിന്തുണ കൊടുക്കും. ഇനി നൗഷാദ് അലി പൊന്നാനിയിൽ ജയിച്ചു വരണം ഈ പറയുന്ന വി ഡി സതീശനെ പിന്തുണ കൊടുക്കാൻ. മൊത്തം നോക്കിയാൽ 5ഓളം MLA മാർ അത് ജയിച്ചു വന്നാൽ മാത്രമേ നിലവിൽ വി ഡി സതീശന് പിന്തുണ നൽകാനായിട്ടുണ്ടാവൂ. അപ്പോ CLP അനുസരിച്ച് പാർട്ടിയുടെ പിന്തുണ KC വേണുഗോപാലിനായിരിക്കും സ്വാഭാവികമായി. പ്രശ്നം കൂടെ ഉണ്ട്. അങ്ങനെ ഒരു പിന്തുണ കൊടുക്കൽ ഒരു കൈവിട്ട കളിയാ. മറിച്ചാണ് രാഷ്ട്രീയ തീരുമാനവും മുഖ്യമന്ത്രി ഉണ്ടാകുന്നെങ്കിൽ ക്യാബിനറ്റ് പ്രവേശനം അവിടെ തീരും. അല്ല, അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഇതെല്ലാം വന്നു നിൽക്കുന്നത്. എവിടെയാ സാഹചര്യങ്ങൾ? നേതൃത്വം KC വേണുഗോപാലിനോടൊപ്പം ഉണ്ട്. നേതൃത്വത്തിന്റെ ഭാഗമായി നിശ്ചയിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ നല്ലൊരു വിഭാഗവും KCക്കൊപ്പം നിൽക്കും. അങ്ങനെ വന്നാൽ സ്വാഭാവികമായും KCക്ക് നറുക്ക് വീഴും. പക്ഷേ അതിനെ വെട്ടാൻ വേണ്ടിയിട്ട് ആകെയുള്ള ഒരേ ഒരു പൊളിറ്റിക്കൽ സൊല്യൂഷൻ VD + RC ഒരു ഫോർമുല ഉണ്ടാവുക എന്നുള്ളതാണ്. VD സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിൽ ഒരു ധാരണയുണ്ടാവുകയും രമേശ് ചെന്നിത്തല ആദ്യത്തെ 2.5 വർഷം മുഖ്യമന്ത്രിയാവുകയും അടുത്ത 2.5 വർഷം VD സതീശൻ മുഖ്യമന്ത്രിയാവുകയും ചെയ്യുക എന്നുള്ളൊരു പൊളിറ്റിക്കൽ സൊല്യൂഷൻ അല്ലാതെ വേറൊരു പൊളിറ്റിക്കൽ സൊല്യൂഷൻ ഇല്ല. പക്ഷേ ഇപ്പോൾ സാഹചര്യങ്ങൾ ആർക്കാണ് അനുകൂലം? രമേശ് ചെന്നിത്തലയ്ക്കും വി ഡി സതീശനും അനുകൂലമാണ്. കാരണം ഈ KC വേണുഗോപാലിന് വേണ്ടിയുള്ള പ്രചരണം എന്ന മട്ടിൽ കാര്യങ്ങൾ പ്രചരിച്ചതോടുകൂടി വി ഡി സതീശനും RCക്കും കുറച്ചുകൂടി പിന്തുണ കിട്ടിയിട്ടുണ്ട്. കാരണം ഇത് KC ആണ് ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന മട്ടിലുള്ള പ്രചരണം വളരെ ശക്തമായിട്ട് വരുന്നു. ആ ഘട്ടത്തിൽ RCക്കും VD ക്കുമുള്ളൊരു പിന്തുണയുണ്ട്. ഇവർ തമ്മിലൊരു ധാരണയുണ്ടായാൽ KCക്ക് അവിടെ ലാൻഡ് ചെയ്യുക എന്നുള്ളത് ഏറെക്കുറെ ബുദ്ധിമുട്ടായിട്ട് തീരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നിലവിൽ RC VD തരത്തിലൊരു തത്വത്തിലൊരു ധാരണയിലേക്ക് പോകും കാര്യങ്ങൾ. അങ്ങനെ വന്നാൽ ഇതെല്ലാം സംഭവിക്കണമെന്നുണ്ടെങ്കിൽ 4-ാം തീയതി 71 സീറ്റിനും അപ്പുറത്തേക്ക് UDF വിജയിക്കണം എന്നുള്ളതാണ്. അതിപ്പോഴും 50-50 ചാൻസ് ആയിട്ട് തന്നെ പല UDF നേതാക്കൾക്കും അറിയാമെന്നുള്ളതാണ്. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത് തിരിച്ച് LDFിലാണ് വരുന്നതെങ്കിലോ ഈ ചർച്ചകളെ അവിടെ ഉണ്ടാവില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് വരികയോ അതല്ലെങ്കിൽ 2.5 വർഷത്തിന് ശേഷം KK ശൈലജ ടീച്ചർ മുഖ്യമന്ത്രിയായി വരികയോ ചെയ്ത് അടുത്ത തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ആലോചനയിലേക്ക് അവർ പോകും. വളരെ സ്മൂത്ത് ട്രാൻസിഷൻ അവിടെ ഉണ്ടാവും. വലിയ പൊട്ടിത്തെറി ആ ഘട്ടത്തിൽ ഉണ്ടാവാനേ പോകുന്നില്ല. ഇനി ഈ കോൺഗ്രസിന് UDF അധികാരത്തിൽ വന്നാൽ പൊട്ടിത്തെറി ഉണ്ടാവാത്ത മറ്റൊരു മന്ത്രിസഭ രൂപീകരണം നടക്കും. അത് ആരുടെ ഭാഗത്തു നിന്നായിരിക്കും? മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നായിരിക്കും. 4 മന്ത്രിമാരുണ്ടാവും. അവർ വ്യവസായ വകുപ്പും പഞ്ചായത്ത് വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പും വളരെ കൃത്യമായിട്ട് പറഞ്ഞ് ഞങ്ങളുടെ 4 മന്ത്രിമാർ ഇതാണ് എന്ന് പറഞ്ഞ് അവർ മാറി നിൽക്കും. പക്ഷേ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഈ പറയുന്ന മുസ്ലിം ലീഗിനോട് രാഷ്ട്രീയ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ അവരെടുക്കുന്ന തീരുമാനം വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. ആ കാര്യത്തിൽ മുസ്ലിം ലീഗിന്റെ പിന്തുണ തേടാൻ വേണ്ടിയാണ് KCയുടെ പക്ഷക്കാർ പോയത്, RCയുടെ പക്ഷക്കാർ പോയത്, VDയും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നിർണായകമാകാൻ പോവുകയാണ്. ഒരു കാര്യം വളരെ രസകരമാണ്. 4-ാം തീയതി UDF ആണ് വിജയിക്കുന്നതെങ്കിൽ വാർത്താ ചാനലുകൾക്ക് ക്ഷാമം ഉണ്ടാവില്ല എന്നുള്ളതാണ്. നമുക്കൊരു ഇടവേള. വെൽക്കം ബാക്ക്. മധു, കസേര കളിക്ക് പുതിയ തന്ത്രങ്ങളാണോ? തീർച്ചയായും. മാത്രമല്ല ഞാനിതിനൊരു കണ്ടീഷൻ വെച്ചുകൊണ്ടാണ്, അത് കോൺഗ്രസ്സുകാർ വെക്കാത്തൊരു കണ്ടീഷൻ വെച്ചുകൊണ്ടാണ് നമുക്ക് ഈ ചർച്ച നടത്താൻ പറ്റുക അല്ലേ. അതായത് മെയ് 4 ആയിട്ടില്ല, ഫലം വന്നിട്ടില്ല എന്ന ഒരു പശ്ചാത്തലത്തിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ ഈ ചർച്ചകളിലേക്കൊക്കെ രാഷ്ട്രീയ ചർച്ചകളിലേക്കൊക്കെ പോകുന്നത്. ഈ മുണ്ടക്കൽ ശേഖരനോട് പറഞ്ഞതുപോലെ ഭാഷയ്ക്കൊരു ശുദ്ധി വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ റീലിലേക്കും ഈ പോഡ്കാസ്റ്റിലേക്കും അതുപോലെ ഡോക്യുമെൻ്ററി നിർമ്മാണത്തിലേക്കും ഒക്കെ മാറിയിട്ടുണ്ട്. മുമ്പ് അങ്ങനെയല്ലല്ലോ. ഒരാൾ അവിടെ ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്നു, ഇവിടെ തൊട്ടടുത്ത ആൾ വേറൊരു വാർത്താ സമ്മേളനം വിളിക്കുന്നു, അങ്ങോട്ട് ഇങ്ങോട്ട് എന്ന നിലയിൽ നിന്ന് കുറച്ചുകൂടി ഭേദപ്പെട്ട കുറച്ചുകൂടി ഫൈനായ ചില തന്ത്രങ്ങളിലേക്ക് മാറിയിട്ടുണ്ട്. അതാണ് പുതിയ സങ്കേതം. തന്ത്രം മാറിയിട്ടുണ്ട്. കസേരയിലേക്ക് എത്താനുള്ള ആ CM റേസിൽ തന്ത്രങ്ങൾ മാറിയിട്ടുണ്ട് എന്ന് നമ്മൾ പറയാനുള്ള കാരണം നോക്കിപ്പോൾ നേരത്തെ ഡോക്ടർ അരുൺകുമാർ പറഞ്ഞതുപോലെ ഈ 3 നേതാക്കൾക്കും ക്ലെയിം ഉണ്ട്. ശരിയാണ്, 3 നേതാക്കൾക്കും ക്ലെയിം ഉണ്ട്. അതിൽ ഒരു സ്വാഭാവിക ചോയ്സ് എന്ന നിലയ്ക്ക് VD സതീശൻ. അത് സംഭവിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? VD സതീശൻ തന്നെ പറഞ്ഞതുപോലെ 100 സീറ്റിൽ വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. 100 സീറ്റിൽ വിജയിച്ചാൽ VD സതീശൻ ഹീറോ. ഒറ്റൊന്നുമില്ല. കാരണം ഒരു 5 വർഷക്കാലത്തിനിടയ്ക്ക് വലിയ തോതിൽ കേരളത്തിൽ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവന്ന എപ്പോഴാണ് കയ്യിലേക്ക് കിട്ടിയത്? എന്താണ് കയ്യിലേക്ക് കിട്ടിയ കോൺഗ്രസ് എന്ന് പറയുന്നത്? സംഘടനാ സംവിധാനം തകർന്നൊരു കോൺഗ്രസ് ആണ്. മാത്രമല്ല തുടർ പരാജയത്തിന്റെ വലിയ പാതാളത്തിലേക്ക് വീണു പോയൊരു പ്രസ്ഥാനമാണ്. ആത്മവിശ്വാസം എന്ന് പറയുന്നത് 1/2 കിലോ അവസാനിക്കാതെ പോയൊരു സാഹചര്യത്തിലാണ് VD സതീശന്റെ കയ്യിലേക്ക് ഹൈക്കമാൻഡ് ഇത് വെച്ചു കൊടുക്കുന്നത്. അങ്ങ് പറയുന്നത് പോലെ ശരിയാണ്. അതിൽ വളരെ വ്യക്തിപരമായ വേദന അനുഭവിക്കേണ്ടി വന്ന ഒരാളാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹത്തോട് മര്യാദയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം അറിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ തീരുമാനത്തിനപ്പുറത്ത് മുഴുവൻ പരാജയത്തിന്റെയും ഉത്തരവാദിത്തം തലയിൽ വെച്ച് കൊടുത്തുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകുന്നത്. പക്ഷെ അതിൽ VD സതീശൻ എന്താ റോൾ? ഹൈക്കമാൻഡിനെ സ്വാധീനിച്ച് രമേശ് ചെന്നിത്തലയെ നേരത്തെ ലീഡറിന്റെ കാര്യത്തിലും അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെയും ഒക്കെ കാര്യത്തിൽ പറഞ്ഞതുപോലെ അങ്ങനെ വെട്ടിയിരുത്താൻ കഴിയുന്ന ഒരു പ്രൊഫൈൽ ഉണ്ടായിരുന്നു അന്ന് VD സതീശന്?
ഇല്ല. വി ഡി സതീശൻ അന്ന് മന്ത്രി പോലും ആകാതിരുന്ന ഒരു സാധാരണ MLA ആണ്. അദ്ദേഹം ഈ പറയുന്നത് പോലെ അന്നത്തെ ഈ ഹരിത MLA-മാരുടെയൊക്കെ നേതൃത്വം നൽകിയ ഒരു പുതിയ മൂവ്മെന്റിന് തുടക്കം കുറിച്ചിരുന്നു എന്നതിനപ്പുറത്ത് നിലവിലുള്ള കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിവേലത്ത് വെക്കാനുള്ള ഒരു കമാൻഡ് ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന് വി ഡി സതീശൻ. അപ്പൊ വി ഡി സതീശൻ അല്ല അന്ന് ചെന്നിത്തലയുടെ ആ വേദനയ്ക്ക് കാരണക്കാരൻ എന്നിരിക്കെയാണ് ഈ ചർച്ചകൾ ഉണ്ടാകുന്നത്. അപ്പോൾ വി ഡി സതീശൻ ഒരു സ്വാഭാവിക ചോയ്സാണ്. ഒരു ക്ലീൻ സ്വീപ്പ് കോൺഗ്രസിന് അനുകൂലമായി സംഭവിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ക്ലെയിമിന്റെ ശക്തി കൂടും. ഇനി അതിനപ്പുറത്തേക്ക് ഒരു വേവ് ഇൻ മെജോറിറ്റിയാണ് ഉണ്ടാകുന്നത് എന്ന് വിചാരിക്കുക. ആ സമയത്ത് എല്ലാവർക്കും അവകാശവാദങ്ങൾ ഉണ്ടാകും. അവിടെ ഒരു അരക്ഷിതാവസ്ഥയുണ്ടാകും. അവിടേക്ക് വളരെ സുരക്ഷിതമായി ലാൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ഫിഗറാണ് ആര്? KC വേണുഗോപാൽ. അദ്ദേഹം ക്രൈസിസ് മാനേജർ എന്നാണല്ലോ നേരത്തെ ഡോക്ടർ അരുൺകുമാർ വിശേഷിപ്പിച്ചത്. അത് പിന്നെ വഴിയെ പറയുകയും ചെയ്യാം. അദ്ദേഹം ക്രൈസിസ് മാനേജ് ചെയ്ത സംസ്ഥാനങ്ങളുടെ കാര്യങ്ങൾ ഒരുപക്ഷെ PR സുനിലിന് കുറച്ചും കൂടി വ്യക്തമായി പറയാൻ കഴിയും. ഗോവ അടക്കം, കർണാടക അടക്കം, എന്തിന് മധ്യപ്രദേശും രാജസ്ഥാനും അടക്കം അവകാശ തർക്കങ്ങളിൽ KC അതിന്റെ മധ്യസ്ഥ ശ്രമങ്ങളിൽ ഉണ്ടായിരുന്ന ആളാണ്. അവിടെയൊക്കെ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയുകയും ചെയ്യാമല്ലോ. ഗുലാം നബി ആസാദ് രാജിവെച്ചു പോകുന്ന വികാരഭരിതമായ രാജിക്കത്തുണ്ടായിരുന്നു. PR സുനിലിന് കൃത്യമായി ഓർമ്മയുണ്ടാകും. 49 ഇലക്ഷൻ പൊട്ടിയ കഥ ഗുലാം നബി ആസാദ് പറയുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ട് പൊട്ടി എന്നൊരു ചോദ്യത്തിന് അദ്ദേഹത്തിന് ഒരു ഒറ്റ ഉത്തരവേ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു കുത്തഴിഞ്ഞ വ്യവസ്ഥയുടെ സംഭാവനയായിരുന്നു എന്നാണ് ഗുലാം നബി ആസാദ് ആ രാജിക്കത്തിൽ എഴുതി വെച്ചത്. അതായത് ഈ അധികാരം താഴേക്ക് വരുന്ന സമയത്തുണ്ടാകുന്ന ഒരു ഓച്ചാനിച്ച് നിൽക്കലുണ്ടല്ലോ, തിരിച്ചൊന്നും പറയാൻ കഴിയാത്ത സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. നോക്കൂ, ഒരു കേന്ദ്ര നേതൃത്വത്തിനും ഇന്ത്യ പോലെ ബൃഹത്തായ വ്യത്യസ്തമായ രാഷ്ട്രീയ സാഹചര്യങ്ങളും കൾച്ചറുമുള്ള ഒരു സമൂഹത്തിന്റെ അടിസ്ഥാനപരമായ രാഷ്ട്രീയത്തെ ഡൽഹിയിലിരുന്ന് മനസ്സിലാക്കുക സാധ്യമല്ല, നിയന്ത്രിക്കുക സാധ്യമാണ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ഇവിടെ വരുമ്പോൾ അന്നത്തെ പൊളിറ്റിക്കൽ വിഷയങ്ങൾ അദ്ദേഹത്തിന് കമന്റ് ചെയ്യാൻ കഴിയാതെ പോകുന്നത്. അന്നത്തെ പൊളിറ്റിക്കൽ വിഷയങ്ങൾ അദ്ദേഹത്തിന് കമന്റ് ചെയ്യാൻ കഴിയാതെ അദ്ദേഹം കർണാടകയിലോ തെലങ്കാനയിലോ നടത്തിയ രാഷ്ട്രീയ പ്രസംഗത്തിന്റെ ഏറെക്കുറെ ഒരു ആവർത്തനം കേരളത്തിൽ സംഭവിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇടത്തേക്ക് ഹൈക്കമാൻഡിന്റെ തീരുമാനം മാത്രം നടപ്പിലാകുന്ന സാഹചര്യം ഉണ്ടാവുക ദുഷ്കരമാണ്. അങ്ങനെ ഒരു പാർട്ടി മുന്നോട്ട് പോകില്ല. ഇവിടെയുള്ള നേതാക്കളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെ വേണം അങ്ങനെ സംഭവിക്കാൻ എന്നുള്ളതാണ്. ഇനി KC വേണുഗോപാലിന്റെ പര്യായപദമാണ് ഹൈക്കമാൻഡ്, അല്ലെങ്കിൽ ഹൈക്കമാൻഡിന്റെ പര്യായപദമാണ് KC വേണുഗോപാൽ. അങ്ങനെ ആയിരുന്നു ഇത്രയും കാലം. അദ്ദേഹം കേരളത്തിലേക്ക് പറിച്ചു നടപ്പെടുമ്പോൾ ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെ എന്ന് തീരുമാനിക്കാൻ വരുന്ന അംഗങ്ങളുണ്ടല്ലോ, അവരുടെ ഡയറക്റ്റ് കമാൻഡ് ആർക്കായിരിക്കും? അപ്പൊ എത്രത്തോളം മറ്റുള്ളവർക്ക് വിശ്വാസമുണ്ടാകും? നമ്മുടെ വിശ്വാസം അവിടെ നിൽക്കട്ടെ, മറ്റുള്ളവർക്ക് എത്ര വിശ്വാസമുണ്ടാകും എന്നൊരു ചോദ്യമില്ലേ? ഇനി അടുത്ത നോക്കൂ, രാഹുലുമായി അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ട്. ഏറിയും കുറഞ്ഞും രാഹുൽ ഗാന്ധിക്കെതിരെ കേന്ദ്ര ഏജൻസികൾ വാളെടുത്ത സമയത്ത് തെരുവ് പ്രക്ഷോഭങ്ങൾക്കടക്കം നേതൃത്വം നൽകിയ ഒരാൾ എന്ന നിലയ്ക്ക് KC വേണുഗോപാലോട് രാഹുൽ ഗാന്ധിക്ക് ഒരു ആശ്രയത്വ മനോഭാവം കൂടിയുണ്ട് വേണമെങ്കിൽ. അപ്പോൾ വളരെ ഡയറക്റ്റായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. പ്രിയങ്ക ഗാന്ധിയുമായി ബന്ധപ്പെട്ടും സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ടാണ് മറ്റു നേതാക്കളുടെ ഒരു ആത്മവിശ്വാസം അവിടെ നിൽക്കുന്നത്. MLA-മാരുടെ പിന്തുണ കൃത്യമാണ്. ഞാൻ പറയുന്നതേ, ഈ ജയിക്കുന്നതിനേക്കാൾ വലിയ ഹോംവർക്ക് അതിനുശേഷമുള്ള ജയത്തെക്കുറിച്ച് കോൺഗ്രസിന്റെ അണിയറയിൽ നടന്നിട്ടുണ്ട്. 2 വർഷക്കാലം മുമ്പ് മുതൽ ഇങ്ങോട്ട് ഒരുപക്ഷെ പോസ്റ്റർ ഒട്ടിക്കാനും ഒരുപക്ഷെ ചുവരെഴുതാനും കേരളത്തിലെ അണികൾ തെരുവിൽ നിറഞ്ഞപ്പോൾ അതിനുശേഷമുള്ള രാഷ്ട്രീയ കളികളിലേക്ക് കൂടി നീട്ടിവെച്ച നേതാക്കളെ നമ്മൾ കേൾക്കുകയും ചെയ്തിരുന്നു. ഞാനത് ഇപ്പോൾ എടുത്തു പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു ഹോംവർക്ക് അതിനുശേഷമുള്ള ജയത്തിന് ശേഷമുള്ള കസാര കളിക്ക് കൂടി കോൺഗ്രസിൽ ഉണ്ടായിരുന്നു എന്നത് മറന്നുകൊണ്ടൊന്നും നമുക്ക് പോകാൻ കഴിയില്ല. ഗ്രൂപ്പ് കളിക്ക് അന്ത്യമുണ്ടാകും. AI ഗ്രൂപ്പുകൾ ഇനിയില്ല, ടീം UDF ആണ് എന്നൊക്കെ ആയിരുന്നല്ലോ. I ഗ്രൂപ്പ് ഇപ്പോഴും ചെന്നിത്തലയ്ക്കൊപ്പം ഏറെക്കുറെ ഒരു ഉറച്ചു നിൽക്കുന്നു എന്ന് പറയും. ഗ്രൂപ്പ് എവിടെ പോയി? ഗ്രൂപ്പിന്റെ വലിയ നേതാക്കന്മാർ ആരൊക്കെയായിരുന്നു? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ളവർ ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് എന്താണ്? അപ്പോൾ അധികാരമുള്ളിടത്തേക്ക് നീളുന്നതാണ് അഭിപ്രായം എന്ന നിലവിൽ കോൺഗ്രസിലുണ്ട്. ഇനി പറഞ്ഞല്ലോ, MLA-മാരുടെ പിന്തുണ ഇത്ര പേർക്ക്, ഇത്ര പേരുടെ പിന്തുണ, KC വേണുഗോപാലിന് ഇത്ര പേരുടെ പിന്തുണ എന്നുള്ളത് അത് എവിടെ നിന്നാണ് ഉണ്ടായത്? 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നെങ്കിൽ അതിന്റെ കാൽക്കുലേഷനും ആ പട്ടികയുടെ ഒരു ഏകദേശ രൂപവും അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഡൽഹിക്ക് പോയപ്പോൾ അത് വെട്ടിത്തിരുത്തപ്പെട്ടത് ഈ കൈവെക്കാനുള്ള നേതാക്കളുടെ എണ്ണത്തിന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത നിഷ്കളങ്കതയൊന്നും കേരളത്തിൽ ആർക്കും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോൾ ഈ കൈവെക്കാനുള്ള എണ്ണക്കണക്ക് പറയുന്നുണ്ടല്ലോ, ആ എണ്ണക്കണക്ക് ഒപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ദിവസങ്ങൾ. അതിൽ K സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം ഒക്കെ ഒരു ഡമ്മി ആയിരുന്നു. ആ സ്ഥാനാർത്ഥിത്വ പ്രശ്നത്തിൽ നിന്നുകൊണ്ടൊന്നുമല്ല ഇവിടെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം വൈകിയത്. പകരം അതിനപ്പുറത്തേക്ക് സ്വന്തം താല്പര്യപ്രകാരം നേതാവ്, നോക്കൂ, ആരാണ് ഈ നേതാവ്?
ഞാനാണ് നിങ്ങളുടെ നേതാവെന്ന് അണികൾക്ക് നേരെ കൈചൂണ്ടി പറയുന്ന ആളല്ല നേതാവ്, നിങ്ങളാണ് ഞങ്ങളുടെ നേതാവ് എന്ന അണികൾ കൈചൂണ്ടുന്ന ആളാണ് നേതാവെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത് സ്വയം തിരിച്ചറിയുക. അങ്ങനെയാണെങ്കിൽ റീലൊന്നും ഉണ്ടാക്കേണ്ടി വരില്ല. അത് നാട്ടുകാരും അണികളും തന്നെത്താനെ ഉണ്ടാക്കുമായിരുന്നു, ഉണ്ടാക്കിയേനെ. അങ്ങനെയാണെങ്കിൽ അതിൽ അഭിമാനിക്കാനും എന്തെങ്കിലും ഉണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നോക്കൂ, കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിൽ ഒരു പുനഃസംഘടന വരാൻ പോവുകയാണ് ആണല്ലോ. അവിടെ ഇപ്പോഴത്തെ ഒരു അധികാര കേന്ദ്രം എങ്ങനെയാണ്? ഒന്ന് മല്ലികാർജ്ജുന ഖാർഗെ, തെന്നിന്ത്യക്കാരനാ. ഒന്ന് കെ സി വേണുഗോപാൽ, കേരളത്തിൽ നിന്നുള്ള നേതാവാണ്. കോൺഗ്രസ് ഇപ്പോഴാണ് തെക്കേ ഇന്ത്യൻ പാർട്ടി ആയത്. കോൺഗ്രസ് അടിസ്ഥാനപരമായ ഒരു ഉത്തരേന്ത്യൻ പാർട്ടി തന്നെയാണ്. അവിടെ പലരും കണ്ണുവെച്ച ഈ സംഘടനാകാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പോസ്റ്റിലേക്കാണ് കെ സി വേണുഗോപാൽ വന്നിരുന്നത്, രാഹുൽ ഗാന്ധിയുമായുള്ള ഏറ്റവും അടുത്ത ബന്ധത്തിന്റെ പേരിൽ. അതിപ്പോൾ പാർട്ടിയുടെ അധ്യക്ഷനും അതിനോടൊപ്പം തന്നെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയും തെക്കേ ഇന്ത്യക്കാരനാകുന്നതിൽ അസ്വാഭാവികം തോന്നുന്നവരും അതിൽ അതൃപ്തിയുള്ളവരുമായ നേതാക്കൾ ഉത്തരേന്ത്യയിലുണ്ട്. അതുകൊണ്ട് തന്നെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അവിടെ കെ സി വേണുഗോപാലിന്റെ സ്ഥാനത്തിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുന്നവരും കസേര കളി അവിടെ നടത്തുന്നവരും കുപ്പായം തയ്ച്ചിരിക്കുന്നവരും അവിടെയുണ്ട്. സ്വാഭാവികമായും അദ്ദേഹത്തിന് ഒരു ഡീസന്റ് എക്സിറ്റ് എന്ന് പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്കാണ്. അതുകൊണ്ട് കെ സി വേണുഗോപാലിന്റെ മാത്രം താല്പര്യമല്ല കേരളത്തിലെ മുഖ്യമന്ത്രി കസേര എന്ന് പറയുന്നത്, അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഉന്നതങ്ങളിലിരിക്കുന്ന മറ്റു പലരുടെയും സ്വപ്നം കൂടിയാണ് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ഇപ്പോൾ മറ്റൊരു വലിയ കോമഡി എന്താ പറയുക, നേരത്തെ അങ്ങ് ഇവിടെ രമേശ് ചെന്നിത്തലയുടെ ഒരു വലിയ ദീർഘമായ ജീവചരിത്രം പറയുന്നുണ്ടായിരുന്നല്ലോ. 35 വയസ്സിൽ മന്ത്രിയായത് മുതൽ ഇങ്ങോട്ട് ഇവർക്കൊക്കെ കിട്ടിയതാണ് എന്നൊരു പ്രധാനമുണ്ട് കേട്ടോ. അവരുടെ രാഷ്ട്രീയത്തിൽ എവിടെയും കെ സി വേണുഗോപാലിന്റെ ജീവചരിത്രം സമൂഹ മാധ്യമങ്ങളിൽ മുഴുവനും ഉണ്ട്. ഇവർക്കൊന്നും എവിടെയും ഒരു കുറവ് വന്നിട്ടില്ല എന്നേ. അതിൽ വി ഡി സതീശനാണ് അദ്ദേഹം ഒരു മന്ത്രി പോലും ആയിട്ടില്ല എന്നൊരു വ്യത്യാസമുള്ളത്. രമേശ് ചെന്നിത്തലയ്ക്കൊന്നും കയ്യിൽ താലത്തിലെടുത്ത് കൊടുത്തൊന്നുമല്ല. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. KSU കാലം മുതൽ തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വന്ന ദേശീയ കേരളത്തിൽ മാത്രമല്ല NSUയുടെ അദ്ദേഹം ഇവിടുത്തെ കോൺഗ്രസിന്റെ യുവജന സംഘടനാ വിഭാഗത്തെ കെട്ടിപ്പടുക്കുന്നതിൽ വലിയ പങ്കാളിത്തം വഹിച്ചിട്ടുള്ള ആളാണ്. അതിന് പാർട്ടിയൊന്നും തിരിച്ചു കൊടുക്കാതെ ഇരുന്നിട്ടുമില്ല. അദ്ദേഹത്തിന് വലിയ പാർലമെന്ററി രാഷ്ട്രീയത്തിന്റെ പ്രാതിനിധ്യം കിട്ടിയ ഒരാൾ തന്നെയാണ്. അതൊന്നുമല്ല ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഈ കെ സിക്കെതിരായ സൈബർ ആക്രമണം നടക്കുന്നു എന്ന ഒരു അവകാശവാദം കൂടിയുണ്ട്. എന്താണ് നിങ്ങൾക്ക് കെ സി വേണുഗോപാലിന്റെ പേര് പറയുമ്പോൾ ഇത്ര ബുദ്ധിമുട്ട് എന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജീവചരിത്രങ്ങൾ പങ്കുവെക്കുന്നത്. ആരാണ് സൈബർ ആക്രമണം നടത്തിയത്? ശരിയാണ്, അദ്ദേഹത്തിന്റെ പോസ്റ്റ് താഴെ വി ഡി സതീശന് വേണ്ടി ജയ് വിളിക്കുന്ന ആളുകളുണ്ട്, വി ഡി സതീശന്റെ പോസ്റ്റുകൾക്ക് താഴെ കെ സി വേണുഗോപാലിന് വേണ്ടി ജയ് വിളിക്കുന്ന ആളുകളും ഒക്കെ ഉണ്ട്. അതിനപ്പുറത്തേക്ക് അധിക്ഷേപിക്കാൻ വേണ്ടി ഈ പറയുന്ന കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ബ്യൂറോയിൽ നിന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ആഹ്വാനമുണ്ടായി അത്രേ, മറ്റുള്ള നേതാക്കളെ അധിക്ഷേപിക്കാനുമുള്ള വാട്സാപ്പ് സ്ക്രീൻഷോട്ടുകൾ എത്ര കണ്ട് ഈ കാലത്ത് വിശ്വസിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. കാരണം എതിരാളികൾ തന്നെയായിരിക്കാം ഒരുപക്ഷെ പടച്ചുവിടുന്നത്. അതിനപ്പുറത്തേക്ക് പേഴ്സണൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സർക്കിളിലുള്ള ആളുകൾ വരെ നിൽക്കുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പാണ് എന്നതും റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും ഈ ജീവചരിത്ര പ്രഘോഷണങ്ങൾക്കും പ്രതിച്ഛായ നിർമ്മിതികൾക്കും ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, അത് കസേരയാണ്. നേരത്തെ ഡോക്ടർ അരുൺകുമാർ പറഞ്ഞതുപോലെയും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്ന ട്രോളും അനുസരിച്ച് ബെഞ്ചിട്ടിരിക്കാൻ കഴിയില്ല CM പോസ്റ്റിൽ എന്നുള്ളത് കൊണ്ട് ഇത് തൽക്കാലത്തേക്ക് 4-ാം തീയതി വരെ ഇപ്പൊ പ്രവർത്തിക്കുന്ന ആ സംഭവ വികാസം, ആ പ്രവർത്തന യന്ത്രം ഒന്ന് നിർത്തിവെച്ചാൽ ഈ 4-ാം തീയതിക്ക് ശേഷം ജനങ്ങളുടെ ഒരു ഹിതം തിരിച്ചാണ് എങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് പാർട്ടിയുടെ അണികൾക്ക് ട്രോൾ ചെയ്യപ്പെടേണ്ടി വരില്ല. അല്ല, ഇത് കഴിഞ്ഞ തവണ ട്രോൾ ചെയ്യപ്പെട്ടതാണ്. നമ്മൾ ചർച്ചയൊക്കെ നടത്തുന്നത് പോലെ തന്നെ കഴിഞ്ഞ പേഴ്സണൽ സ്റ്റാഫിനെ വരെ തീരുമാനിച്ചിരുന്നു. അതാകണം പേഴ്സണൽ സ്റ്റാഫ് എന്ന് വരെ പാർട്ടികളെ അന്നത്തെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് മൊത്തം അടപടലം കൊടുങ്കാറ്റായിട്ട് LDFന്റെ പക്ഷത്തേക്ക് വന്നത്. കാത്തിരിക്കാം 4-ാം തീയതി വരെ. അപ്പോൾ കസേര കളിക്ക് പുതിയ തന്ത്രങ്ങളോ എന്നുള്ളതായിരുന്നു ചോദ്യം. യെസ് എന്ന് 3 പേരും. Meet the editors.